ഹായ് കൂട്ടുകാരെ, കളിയും ചിരികളും ഒക്കെയായി ചില കൂട്ടുകാർ നമ്മളോടൊപ്പം വരുന്നു. അത് ടിങ്കുവും കുക്കുവും ഒക്കെയാണ്. പൂമ്പാറ്റകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ പൂമ്പാറ്റകൾ. കൂട്ടുകാരെ, ആർ യു സ്മാർട്ട്? Yes, I am smart. ഓക്കെ, ഇവൻ സ്മാർട്ടാണ്. സ്മാർട്ടാണോ? യെസ്, എവറിബഡി വി ആർ സ്മാർട്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ടായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ആ സ്മാർട്ട്നെസ് നന്നായിട്ട് ഉപയോഗിക്കാത്ത കൂട്ടുകാരും ഉണ്ട്. ചില കൂട്ടുകാർ പറയും ഐ എം നോട്ട് സ്മാർട്ട് ഇനഫ്. യാ പറയണ്ട. ഐ എം നോട്ട് ടാലൻറ്റഡ് ഇനഫ്. ചില കൂട്ടുകാർ പറയും ഐ എം നോട്ട് ഗുഡ്. ഓവർ സ്മാർട്ട് ആകല്ലേ കേട്ടോ. എനിക്ക് സ്മാർട്ട് അല്ലാത്ത കൂട്ടുകാരും ഉണ്ട്, ഓവർ സ്മാർട്ടായ കൂട്ടുകാരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളെ ഓർത്ത് നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ? നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ സൗന്ദര്യബോധം, നിങ്ങളുടെ ദൈവകൃപ, ദൈവബന്ധം, ഇതിലൊക്കെ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ? ആർ യു ഗുഡ്? യെസ് ഓർ നോ? ചില കൂട്ടുകാർ സംസാരിക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കും, പക്ഷേ ദൈവബന്ധത്തിൽ സ്മാർട്ടല്ല. അങ്ങനെയെങ്കിൽ ദൈവബന്ധത്തിൽ സ്മാർട്ടായ കൂട്ടുകാരാണോ ഈ കാണുന്നത്? പിന്നെ ഭയങ്കര സ്മാർട്ടല്ലേ? എല്ലാവരും ഭയങ്കര സ്മാർട്ടാണെങ്കിൽ ഇന്ന് ബൈബിൾ വായിച്ച എത്ര പേരുണ്ട്? ഞാൻ വായിച്ചു. ഇവൻ വായിച്ചിട്ടുണ്ട്. സോ ഏത് ഭാഗമാണ് വായിച്ചേ? സങ്കീർത്തനം 23. സംഘത്തിൽ നീ ഇന്നലെ അത് തന്നെയല്ലേ വായിച്ചത്? ഞാൻ ഇന്നലെ അതാണോ വായിച്ചേ? അത് തന്നെയാണ് വായിച്ചത്. അങ്ങനെയെങ്കിൽ മക്കളെ, അഭിമാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണോ നിങ്ങൾ? ചിലർക്കാണെങ്കിൽ എക്സ്ട്രീംലി ഷൈ ആണ്, എല്ലാ കാര്യത്തിലും അങ്ങ് ഷൈനസ്സാണ്. അത് ചെയ്യാൻ മടി, ഇത് ചെയ്യാൻ മടി. ഷൈനസ് നിനക്കുണ്ടോ? എനിക്ക് ഷൈനസ് ഇല്ല. ഇവന് ഷൈനസ് ഇല്ല കേട്ടോ. ഷൈ ആണ് എല്ലാത്തിനും. ചിലർക്കാണെങ്കിൽ അൺനെസസറി ഡൗട്ടാണ്. അങ്ങോട്ട് തിരിഞ്ഞാൽ സംശയം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സംശയം. അങ്ങനെ ഡൗട്ടുള്ളവർ അഭിമാനം കുറഞ്ഞവരാണ്. ചിലരാണെങ്കിൽ ഓവർ റിയാക്ടിങ് ആണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങോട്ട് ഇടിക്കുന്നത്, തലയിട്ടൊക്കെ ഇടിക്കുന്നത് കണ്ടോ. അടിക്കാനും ഇടിക്കാനും നുള്ളാനും ഒക്കെ തുടങ്ങും. ഓവർ റിയാക്ടിങ് ആണ്. റിയാക്ഷൻസ് വേണം, പക്ഷെ അത് ഓവറായാലോ അത് അഭിമാനം ഇല്ലാത്തവരാണ്. ചിലരാണ് നിന്നെ കൊള്ളൂല്ല എന്നൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ കരച്ചില്ല, മോങ്ങലോട് മോങ്ങല. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ട്. സോ അങ്ങനെയെങ്കിൽ അഭിമാനത്തോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നമ്മളെ നന്നായിട്ട് ജീവിക്കാനും നല്ലതെന്ന് ദൈവം കണ്ടതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗുഡ്, എല്ലാം നല്ലതെന്ന് കണ്ടു. വെരി ഗുഡ്, ഗുഡ്, ഗുഡ് എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് ചില കൂട്ടുകാർ സ്വയാഭിമാനം നഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ നിന്ന് വിഡ്രോ ചെയ്യും, പിന്മാറും, ആരോടും സംസാരിക്കത്തില്ല. ചിലപ്പോൾ ലൈഫിൽ നിന്ന് തന്നെ പിന്മാറി പോകുന്ന കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. അങ്ങനെ അറിയാം, എനിക്കറിയത്തില്ല. ഇവനാരെയും അറിയത്തില്ല. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ അഭിമാനത്തോടു കൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ നൽകിയ കഴിവുകളും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ജീവിത നിലവാരവും ഒക്കെ ദൈവം നമുക്ക് ഭംഗിയായിട്ട് നൽകിയിരിക്കുമ്പോൾ അതിൽ അഭിമാനം കൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർ വിജയാളികളായി മാറുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ളവർ വിജയാളികളായി മാറുക തന്നെ ചെയ്യും. നീ വിജയാളിയാണോ? ഞാൻ അഭിമാനമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ വിജയാളിയാ. ഓ, ഇവൻ അഭിമാനമുള്ള ആളായതുകൊണ്ട് ഇവൻ വിജയാളിയാണ്. നിങ്ങളോ കൂട്ടുകാരെ? നിങ്ങളോ? ഫ്രണ്ട്സ്, അഭിമാനമുള്ളവർ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമെന്ന്. ഐ ബിലോങ് ടു ഗോഡ് എന്ന്. അങ്ങനെയെങ്കിൽ അഭിമാനമുള്ള ദൈവത്തിൻ്റെ സ്വന്തം, ദൈവത്തിൻ്റെ വകയായ ആൾക്കാരായി മാറുവാൻ ദൈവനമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. നീ പറഞ്ഞേ, ഐ ബിലോങ് ടു ഗോഡ്. I belong to God. യെസ്, ഐ ബിലോങ് ടു ഗോഡ്. ദൈവനമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, വീണ്ടും മറ്റൊരു ഗെയിം ആക്ടിവിറ്റി സെഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ ചില പേരുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നെയിം, ഫൺ, ക്ലാപ്പ് എന്നാണ് ഈ ആക്ടിവിറ്റിയുടെ പേര്. സോ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പം അതിനകത്ത് പേര് കണ്ടുപിടിക്കുക. എക്സാമ്പിൾ, യേശു കർത്താവിൻ്റെ അമ്മയുടെ പേരെന്താണ്?
മറിയ എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം. അപ്പം മറിയയ്ക്ക് എത്ര അക്ഷരങ്ങളുണ്ട്? റിയ. മലയാളത്തിലാണെങ്കിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ഇംഗ്ലീഷിലാണെങ്കിൽ എത്ര അക്ഷരങ്ങളാണെന്ന് എണ്ണി അത്രയും ക്ലാപ്പ് നിങ്ങൾ ചെയ്യണം. സോ പെട്ടെന്ന് അതാണ് ആൻസറും കണ്ടുപിടിക്കണം, എന്നാൽ ഒരു ക്ലാപ്പിലൂടെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യണം. സോ നോക്കാം നമുക്കൊന്ന്. അപ്പം 5 ക്വസ്റ്റ്യൻ കാണും. 5 ക്വസ്റ്റ്യനിൽ നിന്ന് 5നും കറക്റ്റായിട്ടുള്ള ക്ലാപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ സഹോദരങ്ങളോ ഫ്രണ്ട്സോ വല്ലതും അടുത്തുണ്ടെങ്കിൽ അവരെ കൂടെ ജയിപ്പിച്ചോണം. എന്നിട്ട് പേരൻസിനെ വിളിച്ചിരുത്തിയിട്ട് കറക്റ്റ് ആരാ ചെയ്യുന്നത് നോക്കിക്കോണം. ഓക്കെ? അങ്ങനെ എല്ലാവരെയും വിളിച്ചു, അപ്പ, അമ്മ, ചേട്ടാ, ചേച്ചി എല്ലാവരെയും വിളിക്കുക. ആർ യു റെഡി? നെയിം, ഫൺ, ക്ലാപ്പ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളതാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അനു എന്നുള്ളതാണ്. ANU. അനു. 3 ക്ലാപ്പ് ചെയ്തു. സോ ഗെയിം നമുക്ക് മനസ്സിലായി കാണും. സോ ഇനി നമുക്ക് ബൈബിളിലെ ചില ചോദ്യങ്ങളിലോട്ട് പോകാം. റെഡി? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വിശ്വാസികളുടെ പിതാവ് ആരാണ്? ആൻസർ കണ്ടുപിടിച്ചിട്ട് ക്ലാപ്പ് ചെയ്തു. യെസ്. ആൻസർ അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. നിങ്ങൾ കറക്റ്റായിട്ടാണോ ക്ലാപ്പ് ചെയ്തത്? യെസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, യേശുവിനെ കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ്റെ പേരെന്താണ്? ഇംഗ്ലീഷ്. ക്ലാപ്പ് ചെയ്തു. മലയാളത്തിൽ 2 ക്ലാപ്പേ ഉള്ളൂ. യു ദ എന്നുള്ള 2 ക്ലാപ്പേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. റൈറ്റ്. മറ്റൊരു ചോദ്യം, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഫണ്ണാണ്, ആക്ടിവിറ്റിയാണ്. നോക്കാം. പാറ എന്ന അർത്ഥം വരുന്ന ക്രിസ്തു ശിഷ്യൻ ആരാണ്? ആരാ അത്? കണ്ടുപിടിച്ചോ? യെസ്, പത്രോസ്. ഉത്തരവാദമാണ് പത്രോസ്. റൈറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യമാണ് മോശയുടെ സഹോദരിയുടെ പേരെന്താണ്? മലയാളത്തിൽ 2 അക്ഷരമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ 6-7 അക്ഷരങ്ങളുണ്ട്. മോശയുടെ സഹോദരിയുടെ പേര് മിറിയാം. കറക്റ്റാണ്. റൈറ്റ് ഫ്രണ്ട്സ്, നെയിം ഫൺ ആക്ടിവിറ്റി നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി? 5 ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ DSMC വരുമ്പം നിങ്ങൾ വന്ന് അച്ഛനോട് പറയണം. റെഡി? യെസ് ഫ്രണ്ട്സ്, നെയിം ഫൺ ക്ലാപ്പ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ മാജിക് കൂടെ കണ്ടാലോ? കണ്ടോ? ഫ്രണ്ട്സ്, ഇതാ എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ചെറിയൊരു പേപ്പർ സഞ്ചിയാണ്. ഇതിനകത്തൊന്നുമില്ല. എംറ്റി ആയിട്ടുള്ള ഒരു ബോക്സാണ്. നിങ്ങളെ കുറച്ചുകൂടെ അടുത്ത് കാണിക്കാം. എംറ്റി ബോക്സാണ്. സോ ഇതിനകത്തൊന്നുമില്ല. സോ ഇതിനകത്ത് കൈയിടുമ്പോഴും ഒന്നും കാണാൻ പറ്റത്തില്ല. എനിവേ, ചില കൂട്ടുകാർ പറയും എന്നിലൊരു സാധ്യതയില്ല. ഞാൻ എന്തൊരു മണ്ടനാണ്, എന്തൊരു ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സോ ഒന്നുമില്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനെ വർണ്ണാഭമാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊന്നും ഇല്ലേ? നിങ്ങൾ നല്ലോണം നോക്കിക്കോ. ഒന്നുമില്ലേ? ഉണ്ട്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളിലുള്ളത് എന്താണ്? എനിക്ക് ചിലപ്പോൾ സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, അല്ലെങ്കിൽ മാജിക് കാണിക്കാനുള്ള കഴിവായിരിക്കാം, കുഞ്ഞുങ്ങളോട് ഇടപെടാനുള്ള കഴിവായിരിക്കാം, പാട്ട് പാടാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് നല്ല ഡ്രോയിങ് ചെയ്യാനുള്ള കഴിവായിരിക്കാം. ചില കൂട്ടുകാർ ഒന്നിനെയും കണ്ടുപിടിച്ചിട്ടില്ല. നിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ചിട്ടില്ല. ചില കൂട്ടുകാർ +1 പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. എന്തുവാ ഇന്ദ്രചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല, ചിന്തിച്ചിട്ടില്ല. അവൻ്റെ കഴിവെന്താണെന്ന് അവൻ കണ്ടുപിടിച്ചിട്ടില്ല. കൂട്ടുകാരെ, സോ നിങ്ങളുടെ സാധ്യത എന്താണെന്ന് കണ്ടുപിടിച്ച് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്താൽ നിങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ള മുത്തുകളായി മാറും. അതുകൊണ്ട് ആരെയും ദൈവം സൃഷ്ടിച്ചപ്പം ഒന്നിനും കൊള്ളാത്തവരായി സൃഷ്ടിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിവുകളുണ്ട്. ആ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. സോ എന്നിലെ സാധ്യത എന്താണ്?
ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാന്ന് വിചാരിക്കാം, പക്ഷേ ആ സാധ്യതകളെ നമ്മൾ തേടണം, കണ്ടുപിടിക്കണം. സാധ്യതകളെ കണ്ടുപിടിക്കുമ്പം അത് ഏറ്റവും ഇത്രയും വലിയ സാധ്യതകൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് ഞാൻ താഴോട്ടങ്ങ് ഇടുക. ഈ സാധ്യതകൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. തീർന്നോ സാധ്യതകൾ? ഇല്ല, ഇനിയും ഉണ്ടാകാം. സാധ്യതകൾ വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അനന്തമാണ് നമ്മളിലെ സാധ്യതകൾ. ദൈവം നമ്മളെ അനന്തമായ സാധ്യതകൾ നൽകി ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്താനും ഉപയോഗിക്കുവാനും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മിലെ സാധ്യതകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ കൂട്ടുകാരെ? DSMC അതിന് ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുവരാവുന്നു. നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടുവരണമേ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക്. ബൈ ബൈ പൂമ്പാറ്റകളെ.